ആലപ്പുഴ തുമ്പോളി ഏലിയാമ്മ ടീച്ചർ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനാണ് റിട്ടയർഡ് അധ്യാപികയെ കൊലപ്പെടുത്തിയതെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കോടതി അംഗീകരിച്ചു. വിവിധ കുറ്റങ്ങൾക്ക് പ്രതി ഫ്രില്ലി ഫ്രാൻസിസ് 15 വർഷം വേറെയും ജയിൽ ശിക്ഷ അനുഭവിക്കണം. 2010 ഓഗസ്റ്റ് 12 തുമ്പോളിയെ നടുക്കിയ കൊലപാതകം. റിട്ടയർഡ് അധ്യാപികയായ ഏലിയാമ്മ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഭർത്താവും മക്കളുമെല്ലാം കാനഡയിലെ ജോലിസ്ഥലത്തായിരുന്നു. ജോലിക്കാരി മടങ്ങിപ്പോയ ശേഷം അയലത്ത് താമസിച്ചിരുന്ന ഏലിയാമ്മയുടെ ഭർത്തൃ സഹോദരൻ്റെ ഭാര്യ ഫ്രില്ലി ഏലിയാമ്മയുടെ വീട്ടിലെത്തി. പുറകുവശത്ത് വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്ന വയോധികയെ യുവതി വീടിനുള്ളിലേക്ക് വിളിച്ചു. മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് നിലത്തേക്ക് തള്ളിയിട്ടു. കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തിലെയും കൈത്തണ്ടയിലെയും ഞരമ്പുകൾ മുറിച്ചു. മരണം ഉറപ്പാക്കി ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. 4 വളയും 1 മാലയും ഉൾപ്പെടെ 9 പവനുണ്ടായിരുന്നു മോഷ്ടിച്ച വസ്തു. വൈകിട്ട് ജോലിക്കാരി തിരിച്ചെത്തിയപ്പോഴാണ് കൊലപാതകം പുറത്തറിയുന്നത്. സമീപ വഴിയിലൂടെ തമിഴ് നാടോടി സംഘം ഓടിപ്പോകുന്നത് കണ്ടതായി ഫ്രില്ലി പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടക്കത്തിൽ പോലീസ് ഇത് വിശ്വസിച്ചു. ഒരുപക്ഷെ ഈ കേസിൽ തമിഴ്നാട്ടുകാരെ ആളുകൾ കുറ്റകൃത്യം ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞ ആളാണ് പിന്നീട് കേസിൽ പ്രതിയായിട്ട് മാറിയത്. മാഡം പറഞ്ഞ പോലെ ഇത് സാഹചര്യത്തിൽ വെച്ച് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. തികച്ചും ഒരു സംതൃപ്തി നൽകുന്ന ഒരു വിധിയാണിത്. ഒരു ടീം വർക്ക്, ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, പിന്നെ പ്രോസിക്യൂഷൻ. അടുക്കളവാതിലിൻ്റെ കുറ്റിയിൽ നിന്നും ലഭിച്ച വിരലടയാളമാണ് ഫ്രില്ലിയെ കുടുക്കിയത്. കേസിൽ 70 സാക്ഷികളുണ്ടായിരുന്നു, 150 രേഖകളും. അന്വേഷണ സംഘത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും കൃത്യമായ ഇടപെടലിൽ പ്രതിക്ക് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 75,000 രൂപ പിഴയും അടയ്ക്കണം. മോഷ്ടിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ നേരിട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ദൃക്സാക്ഷികളില്ലാത്തതും ശാസ്ത്രീയ തെളിവുകളുടെ അഭാവവും എല്ലാം പ്രോസിക്യൂഷൻ നേരിട്ടൊരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ തോമസാണ് ഈ കേസ് ഭംഗിയായിട്ട് തന്നെ ഈ അന്വേഷണം ഏറ്റെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടക്കുമ്പോൾ ഫ്രില്ലിക്ക് ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. പിന്നീട് 2 കുട്ടികൾക്ക് കൂടി ജന്മം നൽകി. ഇതെല്ലാം പരിഗണിച്ച് ശിക്ഷ ഇളവ് നൽകണമെന്ന് പ്രതി കോടതിയോട് അപേക്ഷിച്ചിരുന്നു. ഫ്രില്ലിയെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജനം, ആലപ്പുഴ.